എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം. ഓപ്ഷൻ സി 1935. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിൽ GST ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ഇന്ത്യയിൽ GST ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ ഡി ജൂലൈ 1. ജൂലൈ 1 ഇന്ത്യയിൽ GST ദിനമായി ആചരിക്കുന്നത്. ഏത് രാജ്യത്തിനാണ് ഇന്ത്യ ഓപ്പറേഷൻ സഞ്ജീവനി വഴി സഹായം നൽകിയത്? ഏത് രാജ്യത്തിനാണ് ഇന്ത്യ ഓപ്പറേഷൻ സഞ്ജീവനി വഴി സഹായം നൽകിയത്? ഓപ്ഷൻ എ മാലിദ്വീപ്. മാലിദ്വീപിനാണ് ഇന്ത്യ ഓപ്പറേഷൻ സഞ്ജീവനി വഴി സഹായം നൽകിയത്. കേരള ബാങ്കിൻ്റെ ആദ്യത്തെ CEO. കേരള ബാങ്കിൻ്റെ ആദ്യത്തെ CEO. ഓപ്ഷൻ എ PS രാജൻ. PS രാജനാണ് കേരള ബാങ്കിൻ്റെ ആദ്യത്തെ CEO. ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ചാലക്കുടിപ്പുഴ. ഷോളയാർ അണക്കെട്ട് ചാലക്കുടിപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല. ഓപ്ഷൻ എ കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലയിലാണ് നിപ്പ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഉപദ്വീപ്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഉപദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. രാജസ്ഥാൻ്റെ ചരിത്രത്തിൽ ആരവല്ലി മലകൾക്കുള്ള പ്രാധാന്യത്തിന് സമാനമായി കേരള ചരിത്രത്തിലുള്ള മലയേത്? രാജസ്ഥാൻ്റെ ചരിത്രത്തിൽ ആരവല്ലി മലകൾക്കുള്ള പ്രാധാന്യത്തിന് സമാനമായി കേരള ചരിത്രത്തിലുള്ള മലയേത്? ഓപ്ഷൻ സി പുരളിമല. രാജസ്ഥാൻ്റെ ചരിത്രത്തിൽ ആരവല്ലി മലകൾക്കുള്ള പ്രാധാന്യത്തിന് സമാനമായി കേരള ചരിത്രത്തിലുള്ള മലയാണ് പുരളിമല. താഴെ പറയുന്നവയിൽ സുന്ദർബൻ മേഖലയെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ സുന്ദർബൻ മേഖലയെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? സുന്ദർബൻ വിശാലമായ കണ്ടൽവനങ്ങളാണ്. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. കാണ്ടാമൃഗങ്ങളുടെ പ്രധാന അധിവാസ കേന്ദ്രമാണ്. നെല്ലാണ് ഈ മേഖലയിലെ പ്രധാന കാർഷിക വിള. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. കാണ്ടാമൃഗങ്ങളുടെ പ്രധാന അധിവാസ കേന്ദ്രമാണ് എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഓപ്ഷൻ സി ഡെറാഡൂൺ. ഡെറാഡൂണിലാണ് ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ ഡി പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് എത്ര കിലോമീറ്ററാണ്? സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് എത്ര കിലോമീറ്ററാണ്? ഓപ്ഷൻ ബി 1.85 കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് 1.85 കിലോമീറ്ററാണ്. ചുവടെ പറയുന്നവയിൽ ഏതാണ് ക്യുമുലസ് മേഘങ്ങളുടെ സവിശേഷത അല്ലാത്തത്? ചുവടെ പറയുന്നവയിൽ ഏതാണ് ക്യുമുലസ് മേഘങ്ങളുടെ
സവിശേഷത അല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളാണ് എന്ന പ്രസ്താവനയാണ് ക്യുമുലസ് മേഘങ്ങളുടെ സവിശേഷത അല്ലാത്തത്. കേരളത്തിൻ്റെ കശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം. കേരളത്തിൻ്റെ കശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ ഡി മൂന്നാർ. മൂന്നാറാണ് കേരളത്തിൻ്റെ കശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഓപ്ഷൻ സി പരുത്തിത്തുണി വ്യവസായം. പരുത്തിത്തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഗാന്ധിജി ദണ്ഡിയാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം. ഗാന്ധിജി ദണ്ഡിയാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം. ഓപ്ഷൻ എ സിവിൽ ആജ്ഞാലംഘനം. ഗാന്ധിജി ദണ്ഡിയാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭമാണ് സിവിൽ ആജ്ഞാലംഘനം. സ്പീക്കർ രാജി സമർപ്പിക്കുന്നത്. സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻ സി ഡെപ്യൂട്ടി സ്പീക്കർക്ക്. ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് സ്പീക്കർ രാജി സമർപ്പിക്കുന്നത്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ സി പരിരക്ഷ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഓപ്ഷൻ ഡി ഗംഗ. ഗംഗയാണ് ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്ക്? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ഡിസംബർ 5. ഡിസംബർ 5-നാണ് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത്. തമിഴിലെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. തമിഴിലെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി തിരുക്കുറൽ. തിരുക്കുറലാണ് തമിഴിലെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ ബി ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ്? ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ്? ഓപ്ഷൻ ബി മന്ത്. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മന്ത്. ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമേതാണ്? ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ രക്താർബുദം. ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം. രക്തം ദാനം ചെയ്യുമ്പോൾ പരസ്പരം ചേരാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേര്. രക്തം ദാനം ചെയ്യുമ്പോൾ പരസ്പരം ചേരാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേര്? ഓപ്ഷൻ എ അഗ്ലൂട്ടിനേഷൻ. അഗ്ലൂട്ടിനേഷൻ എന്നാണ് രക്തം ദാനം ചെയ്യുമ്പോൾ പരസ്പരം ചേരാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. അഗ്ലൂട്ടിനേഷൻ. ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേര്.
ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേര്? ഓപ്ഷൻ എ വൈറ്റൽ കപ്പാസിറ്റി. ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരാണ് വൈറ്റൽ കപ്പാസിറ്റി. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ജനിതക എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പോൾ ബെർഗ്. പോൾ ബെർഗ് ആണ് ജനിതക എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലങ്കര പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലങ്കര പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി തൊടുപുഴയാർ. മലങ്കര പദ്ധതി തൊടുപുഴയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ ബി പാർലമെൻറ്റ്. പാർലമെൻറ്റിനാണ് പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരം ഉള്ളത്. കേരളത്തിലെ ആദ്യ ജൈവഗ്രാമം ഏത്? കേരളത്തിലെ ആദ്യ ജൈവഗ്രാമം ഏതാണ്? ഓപ്ഷൻ ബി ഉടുമ്പന്നൂർ. കേരളത്തിലെ ആദ്യ ജൈവഗ്രാമം ഉടുമ്പന്നൂറാണ്. 86ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏത്? 86ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ അനുച്ഛേദം 21A. അനുച്ഛേദം 21A ആണ് 86ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം. പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പേത്? പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി അനുച്ഛേദം 39A. അനുച്ഛേദം 39Aയിലാണ് പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്നത്. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം? മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം? ഓപ്ഷൻ ഡി പാട്ടബാക്കി. പാട്ടബാക്കിയാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത്? ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത്? ഓപ്ഷൻ സി കട്ടക്കയം ചെറിയാൻ മാപ്പിള. കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓപ്ഷൻ ബി ഓക്സിജൻ. ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി എവിടെയാണ്? ഓപ്ഷൻ ബി രാമേശ്വരം. രാമേശ്വരത്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി സ്ഥിതി ചെയ്യുന്നത്. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഭാരതരത്നം നേടിയ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഏത് വൈസ്രോയുടെ കാലത്താണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസാക്കിയത്? ഏത് വൈസ്രോയുടെ കാലത്താണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസാക്കിയത്? ഓപ്ഷൻ ബി കഴ്സൺ. വൈസ്രോയി ആയിരുന്ന കഴ്സൻ്റെ കാലത്താണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസാക്കിയത്. സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ഏത് പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്? സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ഏത് പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്? ഓപ്ഷൻ ബി ജസ്റ്റിസ് പാർട്ടി. സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ജസ്റ്റിസ് പാർട്ടി എന്ന പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്.
ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട ആദ്യ മലയാളി. ഓപ്ഷൻ എ വി കെ കൃഷ്ണമേനോൻ. വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട ആദ്യ മലയാളി. കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം. കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ഡി 1861. 1861 കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്നത്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ഓപ്ഷൻ എ അക്കൗസ്റ്റിക്സ്. അക്കൗസ്റ്റിക്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. ഓപ്ഷൻ സി ഫിറമോൺ. ഫിറമോൺ ആണ് ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക്. കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക്. ഓപ്ഷൻ ബി സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ്. ഓപ്ഷൻ സി ഗ്രഫീൻ. ഗ്രഫീനാണ് സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം. ഓപ്ഷൻ ബി ടൈലിൻ. ടൈലിനാണ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം. പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് എവിടെ? പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ വടക്കൻ പറവൂർ. പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് വടക്കൻ പറവൂരിലാണ്. ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞകാലം? ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞകാലം? ഓപ്ഷൻ ബി കെ പി കേശവമേനോൻ. കെ പി കേശവമേനോൻ്റെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞകാലം. കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി? കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി? ഓപ്ഷൻ ബി സംഗീത നാടക അക്കാദമി. സംഗീത നാടക അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.